Hi everyone, welcome back to myclass.com. So this is our 6th class, Data Types in Java. Data Types in Java, നമ്മൾ ഒരു ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തു. അത് previous video ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. So please do watch that video also. Then ഇവിടെ നമ്മൾ അതിന്റെ continuation ആണ് നോക്കുന്നത്. Okay, so let's start. Primitive data types in Java. There are 8 primitive types of data. നമ്മുടെ ജാവയിൽ primitive ആയിട്ട് അഥവാ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഉള്ള ഏതൊക്കെയാണ്? എത്രയാണ്? 8 ആണ്. അത് ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ ആൻഡ് ബൂളിയൻ. അതെല്ലാം ഓരോരോ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ ആ ഇൻഡിജർ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ് ഫോർ ഹാൻഡ്ലിംഗ് സൈൻഡ് ഹോൾ നമ്പേഴ്സ്. അതാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ് നോക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സിന്റെ അണ്ടറിലാണ് രണ്ട് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് വരുന്നത്, ഡബിൾ ആൻഡ് ഫ്ലോട്ട്. ഫോർ ഹാൻഡ്ലിംഗ് പ്രിസിഷൻ വാല്യൂസ്, അഥവാ നമ്മൾ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സുകൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഡാറ്റ ടൈപ്സ് നമ്മൾ എത്ര വിടുത്തുണ്ട്, എത്ര സ്റ്റോറേജ് വേണം, 32 ബിറ്റ് സ്റ്റോറേജ് വേണം. അത് ആ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓർ നമ്മുടെ വാല്യൂ സേവ് ചെയ്യണമെങ്കിൽ. ഇനി ഡബിൾ ആണെങ്കിൽ 64 ബിറ്റ്സ് വേണം. അപ്പൊ അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് റേഞ്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ എക്സ്പോണൻഷ്യൽ പവർ വരും, പോയിന്റ്സുകൾ വരും. ഒരുപാട് വലിയ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്ലോട്ട് ആൻഡ് ഡബിളിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഫ്ലോട്ടിന്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 1.4 കുറച്ച് ഐ തിങ്ക് 7 precision പോയിന്റ്, 7 to 8 ടോട്ടൽ ഡിജിറ്റ്സ് ഓഫ് precisions ആണ് ഈ ഫ്ലോട്ടിംഗ് വാല്യൂ ഹാൻഡിൽ ചെയ്യാം. അതിപ്പോ 1.40239846 into 10 raised to minus 45 to 3.40282347 into 10 raised to 38. അപ്പൊ അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, എക്സ്പോണൻഷ്യൽ 045, 3.4 എക്സ്പോണൻഷ്യൽ 038. അപ്പോൾ അത്രയും റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫ്ലോട്ട് ആദ്യം നോക്കാം. ഇനി ഡബിളിന്റെ റേഞ്ച് അതിനും കൂടുതലാണ്. അപ്പൊ നമുക്ക് കുറച്ചധികം പ്രിസിഷൻസ് പോയിന്റ് വരും. അതിന്റെ 10 raised to minus 324 to 10 raised to 308 വരെ അത് ഹാൻഡിൽ ചെയ്യും. 4.9 to 1.79 like 1.8. 16 precision points ഉണ്ടായിരിക്കും ഇവിടെ. 15 or 16 precision points ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്ലോട്ട് is for single precision value that uses 32 bits of storage. നമുക്ക് ഒരു മാക്സിമം 6 to 8 അല്ലെങ്കിൽ 7 to 6 അങ്ങനെ പല റേഞ്ചും കാണിക്കുന്നുണ്ട് പല ബുക്കിലും. അത്രയും ഡെസിമൽ പോയിന്റുകളാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ we can declare float data type. Okay, when you need a fractional component but don't require a large degree of precision. നമുക്കൊരു ഫ്രാക്ഷണൽ വാല്യൂ ഹാൻഡിൽ ചെയ്യണം, പക്ഷെ ഒരു വലിയ ഫ്രാക്ഷൻസ് വരില്ല. നോർമലി അപ് ടു 7 or 8 വരാം എങ്കിൽ നമുക്ക് ഫ്ലോട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. അല്ല ഒരുപാടെണ്ണം വരണമെങ്കിൽ നമ്മൾ ഡബിളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ്. ഫോർ 32 bits are using for storage, used for fractional value storing. പിന്നെ എന്താണ്, അത് 6 to 7 or 7 to 8 ടോട്ടൽ ഡിജിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിൽ പ്രിസിഷൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്, ഫ്ലോട്ട് തന്നെയാണ്. ഫ്ലോട്ട് വെച്ചിട്ട് ഇപ്പൊ ഇനി ഹൈറ്റം ആൻഡ് ലോട്ടം, ദിസ് ഈസ് എ വാരിയബിൾ നെയിം, ഒരു പേര് കൊടുത്തുന്നേ ഉള്ളൂ. നമ്മുടെ കംപ്ലീറ്റ് റെഫറൻസ് ബുക്കിലുള്ള അതേ എക്സാമ്പിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫോർ precision, single precision value specifies a single precision value that uses 32 bits of storage. Required large degree of precision. നമുക്ക് ഒരുപാട് പ്രിസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലോട്ട് യൂസ് ചെയ്യില്ല, നമ്മളപ്പോ ഡബിൾ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. ഡബിൾ precision as denoted by the double keyword.
64 bits to store a value. നമുക്ക് 32 അല്ല, ഫ്ലോട്ടിൽ 32 ആണെങ്കിൽ ഇവിടെ 64 bits ആ യൂസിങ്. നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ സൈൻ കോസ് എന്നൊക്കെ വാല്യൂസ് കറക്റ്റ് അപ്രോക്സിമേറ്റ് ഫുൾ പ്രിസിഷൻ വെച്ചിട്ടാണ് നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്തു തരാം. അതൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, ഡബിൾ ആണ് എപ്പോഴും യൂസ് ചെയ്യുക. ഡബിൾ ഡാറ്റ ടൈപ്പ് സ്റ്റോർ ഡെസിമൽ വാല്യൂ വിത്ത് 15-16 ഡിജിറ്റ്സ് ഓഫ് പ്രിസിഷൻ. അപ് ടു 15-16 പ്രിസിഷൻസ് വാല്യൂ എന്ത് ചെയ്യും, നമ്മുടെ ഡബിൾ ഡാറ്റ ടൈപ്പ് ഹാൻഡിൽ ചെയ്യും. അത് യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്, ഡബിൾ. These are the variable names and semicolon. Then നമുക്ക് ഈ 3 വേരിയബിൾ ഡബിൾ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. അതിന്റെ റേഞ്ച് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു, 4.9 up to 15 or 16 ഡിജിറ്റ്സ് ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ 4.9 എക്സ്പോണൻഷ്യൽ മൈനസ് 324 to 1.8 എക്സ്പോണൻഷ്യൽ പ്ലസ് 308 എന്ന് പറയാം. ഓക്കെ, ഇത് രണ്ടും ഇതിന്റെ കറക്റ്റ് വാല്യൂ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ എളുപ്പത്തിൽ എഴുതുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഓക്കെ, സോ അത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എത്ര പവർ ആണ് വരുന്നതെന്ന് ഓർത്ത് വെക്കുക. എക്സ്പോണൻഷ്യൽ പവർ എത്ര വരുന്നു, ഏതൊക്കെ വാല്യൂ തൊട്ടിട്ട് ഏതൊക്കെ വാല്യൂ വരെയാണ് എടുക്കുന്നതെന്ന് ആ റേഞ്ച് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, സോ ദീസ് ആർ ദ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ക്യാരക്ടർ ടൈപ്പിലേക്കാണ്. ക്യാരക്ടർ, നമ്മൾ ദ ഡാറ്റ ടൈപ്പ് യൂസ് ടു സ്റ്റോർ ക്യാരക്ടേഴ്സ് ഇൻ ഈസ് ക്യാർ. ക്യാർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്സിലാണ് നമുക്ക് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അപ്പൊ നോർമലി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് ആണ്, 8 ബിറ്റ്. 8 ബിറ്റ് വൈഡ് ആണ് ഉള്ളത്. 8 ബിറ്റ് നമ്മളിപ്പോ നമുക്ക് എ എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആയിട്ട് യൂസ് ചെയ്യും. ഇനി 1 ആണെങ്കിലും അതൊരു ക്യാരക്ടർ ആയിട്ട് യൂസ് ഇതാക്കാം. അപ്പോ ആ രീതിയിൽ 8 ബിറ്റ് ആയിട്ടാണ് നമ്മുടെ അതർ ലാംഗ്വേജിലേക്ക് സിഒ CPP-ലൊക്കെ യൂസ് ചെയ്യുന്നത്. ബട്ട് ജാവ യൂസസ് യൂണിക്കോഡ് ടു റെപ്രസെന്റ് ക്യാരക്ടേഴ്സ്. യൂണിക്കോഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂണിക്കോഡ് എന്ന് പറഞ്ഞൊരു കോഡ്, ഇപ്പൊ ആസ്കി, യൂണിക്കോഡ്, ആസ്കി, അങ്ങനെ പല കോഡുകൾ സിസ്റ്റം ഉണ്ടല്ലോ. അതിൽ യൂണിക്കോഡ് വെച്ചിട്ടാണ് നമ്മൾ ജാവ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ യൂണിക്കോഡ് എന്താണ്, യൂണിക്കോഡ് ഡിഫൈൻസ് എ ഫുള്ളി ഇന്റർനാഷണൽ ക്യാരക്ടർ സെറ്റ് ദാറ്റ് ക്യാൻ റെപ്രസെന്റ് ഓൾ ദ ക്യാരക്ടേഴ്സ് ഫൗണ്ട് ഇൻ ഓൾ ഹ്യൂമൻ ലാംഗ്വേജസ്. നമ്മൾ മാക്സിമം എല്ലാ ഹ്യൂമൻ ലാംഗ്വേജസിലും വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും, സ്പെഷ്യൽ സിമ്പിൾസിലേക്ക് എല്ലാ ക്യാരക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് അതിന് ഒരു പർട്ടിക്കുലർ കോഡ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന കോഡിംഗ് സിസ്റ്റമാണ് എന്ത്, യൂണിക്കോഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 16 bits are using in Java for representing character. 16 bit ടൈപ്പ് ആണെന്ന് അപ്പോൾ ഓർത്ത് വെക്കുക. അപ്പൊ റേഞ്ച് എന്ത് വരണം, 0 to 65,538. 2⁻16 വാല്യൂ ആണത്. 2⁻16 വാല്യൂ ആണ്. പിന്നെന്താണ്, ക്യാരക്ടേഴ്സിന് പിന്നെ നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് 2⁻16 റേഞ്ച് വരുമ്പോൾ 0 to 2⁻16, അതാണ് 65,536. അത്രയും ലൈക്ക് 65,536 ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ജാവയുടെ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ഓക്കെ, പക്ഷെ നോർമലി സ്റ്റാൻഡേർഡ് സെറ്റ് ആക്ച്വലി 0 to 127 ആണ്. 0 to 127 തന്നെ നമുക്ക് ആവശ്യമുള്ള 1 to 9 നമ്പേഴ്സ്, 0 to 9 നമ്പേഴ്സും പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും അതിനോരോ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ആക്ച്വലി 0 to 127 ആണ്. ലൈക്ക് നമ്മുടെ 2⁸8 നമുക്ക് 8 ബിറ്റ് തന്നെ മതി. അതിൽ എക്സ്റ്റൻഡഡ് ക്യാരക്ടർ സെറ്റ് ആണ് നമ്മുടെ ആക്ച്വലി, ഇത് ആസ്കി ആണ്. എക്സ്റ്റൻഡഡ് ആണ് ISO ലാറ്റിൻ എന്ന് പറയും. അത് 0 to 255 ആണ്. കുറച്ചും കൂടെ വാല്യൂസ് അതിൽ ചെയ്യാൻ പറ്റും. ആസ്കിയിലാണെങ്കിൽ 0 to 127 ആണ്. ISO ലാറ്റിൻ 1ലാണെങ്കിൽ 0 to 255 ടൈപ്പ് ക്യാരക്ടേഴ്സ് പറ്റും. ജാവയിൽ പക്ഷെ 16 ബിറ്റ് നമ്മൾക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് യൂണിക്കോഡ് സിസ്റ്റം വെച്ചിട്ട് ഇത്രയും കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ജാവയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എപ്പോഴും ആവശ്യം വരെ 0 to 127 വരെയുള്ളൂ. മാക്സിമം പോയാൽ 0 to 255. ഇതിൽ അഥവാ ലാറ്റിൻ ലെറ്റേഴ്സും കൂടെ കുറച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് മൊത്തം ആസ്കി ലെവലിലുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അതർ ലാംഗ്വേജസിലൊക്കെ 8 ബിറ്റ് ആണ്, പക്ഷെ ജാവയിൽ 16 ബിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 65,536 വരെയുള്ള അത്രയും റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ ജാവയ്ക്ക് പറ്റും. പക്ഷെ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് 0 to 127 അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, നമ്പേഴ്സും
സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത്രയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്? char. ch1 ch2 2 ക്യാരക്ടർ വേരിയബിൾ നമുക്ക് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ബൂളിയൻ ആണ്. ബൂളിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ പ്രിമിറ്റീവ് ടൈപ്പ് കോൾഡ് ബൂളിയൻ ഫോർ ലോജിക്കൽ വാല്യൂസ്, ട്രൂ ഓർ ഫോൾസ്. അത് മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ. അത് യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ്, അതാണ് അത് റിട്ടേൺ ചെയ്യുക, അതാണ് അത് ഹാൻഡിൽ ചെയ്യുക, അതാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, one or two possible values like true or false. അത് ബൂളിയൻ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ബൂളിയൻ ബി. അപ്പൊ നമ്മൾ ബിയിൽ ഇപ്പൊ എന്റെ വാല്യൂ ഹോൾഡ് ചെയ്യുള്ളൂ, ഒന്നെങ്കിൽ ട്രൂ ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ ഫോൾസ് ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കണ്ടീഷനൊക്കെ വരുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ അങ്ങോട്ട് പോവുക, ഫോൾസ് ആണെങ്കിൽ ഇത് ചെയ്യാനൊക്കെ പല കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിലാണ് നമ്മൾ ബൂളിയൻ ഒക്കെ യൂസ് ചെയ്യുക. അത് ഫർദർ നമുക്ക് അങ്ങോട്ട് നോക്കാനുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. അപ്പൊ ഏതൊക്കെയാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ വരുന്നത്? ബൈറ്റ്, ഇന്റ്, ലോങ്, ഷോർട്ട്, ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് അണ്ടറിൽ വരുന്ന ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടറിന്റെ അണ്ടറിൽ വരുന്ന ക്യാർ, പിന്നെ നെക്സ്റ്റ് ബൂളിയൻ അണ്ടറിൽ വരുന്ന ബൂളിയൻ. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, പോയിന്റ്സുകളൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലെവൽ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷെ തിയറട്ടിക്കൽ എക്സാമിന് ഇതിന്റെ വാല്യൂസും ഓർത്ത് വെച്ചിട്ട് പോയിന്റ് ആയിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, സോ അപ്പൊ നമ്മളൊരു ഡിഗ്രി പർപ്പസ് എക്സാമിനൊക്കെ നല്ല രീതിയിൽ എല്ലാ പോയിന്റ്സുകളും മാക്സിമം പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള കംപ്ലീറ്റ് റെഫറൻസ് ബുക്ക് തന്നെയാണ് യൂസ് ചെയ്തതും. അപ്പോൾ that's all about data types in Java. Okay, thank you.